നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരിക്കും. അതൊക്കെ നേടാൻ കഴിയാതെ ഇപ്പോഴും അതൊരു സ്വപ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ തന്നെ പറയില്ലേ, ചിലപ്പോൾ അത് ടൈം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്, എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയാതെ വന്നത് എന്ന്. പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങളെ അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും ഏറ്റവും കൂടുതൽ പുറകോട്ട് വലിക്കുന്നത് നിങ്ങളുടെ വിശ്വാസങ്ങൾ തന്നെയായിരിക്കും. അതായത് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരാതിരിക്കാനുള്ള കാരണം. വാട്ട് യു തിങ്ക് യു ബിക്കം, വാട്ട് യു ഫീൽ യു അട്രാക്ട്, വാട്ട് യു ഇമാജിൻ യു ക്രിയേറ്റ് എന്ന് ബുദ്ധ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ഈ ലിമിറ്റിംഗ് ബിലീഫുകൾ നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റക്കായ അവസ്ഥയിലായിരിക്കും നിർത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ ചിലപ്പം ഒരു 5 വർഷം മുമ്പ് തൊട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ആ 5 വർഷം മുമ്പ് നിങ്ങൾ എവിടെയാണോ ഇപ്പോഴും നിങ്ങൾ അവിടെ തന്നെയാണ് നിൽക്കുന്നത്, അല്ലേ? ഇതിന് കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. അതായത് ചില ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പ്രായമായിപ്പോയി, എനിക്കിനി അത് ചെയ്യാൻ കഴിയില്ല, എനിക്കത് ചെയ്യാനുള്ള പണമില്ല, എനിക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതേപോലെ എനിക്ക് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ടൈം ഇല്ല എന്നൊക്കെ പറയും. ചിലർക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷെ അവരെന്താണ് പറയുന്നത്? എനിക്ക് പണമില്ല ട്രാവൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഫാമിലി ഉണ്ട്, ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ട്രാവൽ ചെയ്യാൻ പറ്റാതെ പോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, അതാണോ കാരണം? അല്ല. നിങ്ങളുടെ മനസ്സിലുള്ള പേടി, നിങ്ങളുടെ മനസ്സിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്, ഇതൊക്കെയാണ് കാരണം. പക്ഷേ നിങ്ങൾ ആ കാരണങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്കൊരു പബ്ലിക്കായിട്ട് സംസാരിക്കാൻ ഒരു പേടിയാണ്, നിങ്ങളുടെ ചിന്ത അതാണ്, നിങ്ങൾക്കതിന് കഴിയില്ല. ചിലപ്പോൾ അതിന് കാരണം നിങ്ങൾ പണ്ട് സ്കൂളിൽ സ്റ്റേജിൽ സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ സ്റ്റേജിൽ എന്തെങ്കിലും അവതരിപ്പിച്ചപ്പോൾ മറ്റു കുട്ടികൾ നിങ്ങളെ കളിയാക്കിയതായിരിക്കാം. അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പം എപ്പം നിങ്ങൾക്കൊരു പബ്ലിക്കായിട്ട് സംസാരിക്കാനുള്ള ചാൻസ് കിട്ടിയാലും നിങ്ങൾക്കൊരു പേടിയാണ്, എന്നെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കളിയാക്കും എന്നൊരു പേടി കാരണം നിങ്ങൾ ആ അവസരങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും. പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവസരങ്ങൾ വരാതെ തന്നെയാകും. പിന്നെ വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പെർഫെക്ഷനിസമാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന ചിന്തയാണ് അതിന് കാരണം. ഇപ്പം ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയപ്പോൾ തന്നെ യൂട്യൂബ് തുടങ്ങണം, അതായത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് വർഷമായി. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റുഡൻസിലേക്ക് ഞാനത് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റുള്ളവർക്ക് ഇതേപോലെ ടിപ്സുകൾ പറഞ്ഞു കൊടുത്ത് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമുക്ക് തുടങ്ങാൻ കഴിയുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ യൂട്യൂബിൽ ഒരുപാട് പേരിങ്ങനെ അക്കൗണ്ട് തുടങ്ങി അവരിങ്ങനെ വീഡിയോസ് ചെയ്യുന്ന കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണത്. പക്ഷെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ല. എൻ്റെ ഒരു ലിമിറ്റിംഗ് ബിലീഫ്സ് കാരണമാണ് ഇത് നീട്ടി വെച്ച് ഇവിടം വരെ എത്തിയത്. അന്ന് ഞാൻ ബ്ലെയിം ചെയ്തത് എൻ്റെ സൗണ്ട്, എനിക്കത് ഇഷ്ടമല്ലായിരുന്നു അന്നൊക്കെ. എൻ്റെ സൗണ്ട് കൊള്ളില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് അവരെന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും, അങ്ങനെയുള്ളൊരു പേടി കാരണം ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ നിങ്ങൾ പെർഫെക്ഷനിസം ഒരിക്കലും ആഗ്രഹിക്കരുത്. ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല, ഒന്നും പെർഫെക്റ്റ് അല്ല, അല്ലേ? നിങ്ങൾക്ക് ഒരു കാര്യവും 100% പെർഫെക്റ്റ് ആയിട്ട് ആർക്കും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് അല്ലെങ്കിൽ മൈന്യൂട്ട് കുറവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് വേണ്ടത്? നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിലേക്ക് എത്തുവാൻ ശ്രമിക്കുക. അത് പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് കംഫോർട്ട് സോണാണ്. നമ്മളുടെ മനസ്സിന് വളരെ ഒരു മോശമായ ഒരു അവസ്ഥയുണ്ട്. അതായത് അത് ഏതവസ്ഥയിലാണോ അത് അതിൻ്റെ കംഫോർട്ട് സോണിലായിരിക്കും. അതിന് പുറത്തേക്ക് വരാൻ അത് ആഗ്രഹിക്കത്തില്ല, അതിന് സമ്മതിക്കത്തുമില്ല. നിങ്ങൾ എന്നും 10 മണിക്ക് 7 മണിക്ക് 9 മണിക്ക് എഴുന്നേക്കുന്ന ഒരാളാന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് 6 മണിക്ക് എഴുന്നേക്കണം, എല്ലാവരെയും പോലെ തന്നെ രാവിലെ എഴുന്നേക്കണം. അലാറം നിങ്ങൾ എത്ര വെച്ചാൽ തന്നെയും ആ മനസ്സ് നിങ്ങളെ എഴുന്നേൽപ്പിക്കില്ല. കാരണം അതിനറിയാം ഈ 6 മണി തൊട്ട് 9 മണി വരെ കിടന്നുറങ്ങാൻ പറ്റുന്നൊരു സമയം അത് നഷ്ടപ്പെടുമെന്ന്. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മളുടെ കംഫോർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുക. പതിയെ ശ്രമിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 9 മണിക്ക് എഴുന്നേക്കുന്ന ഒരാളുടെ അടുത്ത് 5 മണിക്ക് എഴുന്നേക്കാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അപ്പോൾ 9 എന്നുള്ളത് 8 ആക്കുക, 7 ആക്കുക, 6 ആക്കുക.
പിന്നെ 5 ആക്കുക. അങ്ങനെയാണ് വേണ്ടുന്നത്. നമ്മൾ നമ്മളുടെ കംഫോർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുക. പുറത്തു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലായിരിക്കും നമ്മൾ. ഭംഗി എത്രയാണെന്നോ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്നോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നോ നമുക്കറിയാതെ വരും. കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കിടക്കുക നിങ്ങൾ. പിന്നെ ഒരിക്കലും വിചാരിക്കേണ്ട ഇത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന്. അങ്ങനെയല്ല, ലോകത്തെ എല്ലാ മനുഷ്യർക്കും ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. പക്ഷെ അത് പല രീതിയിലുള്ള ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്നുള്ളതാണെങ്കിൽ ചിലപ്പോൾ പണമുള്ള ഒരാളുടെ ലിമിറ്റിംഗ് ബിലീഫ് വേറെ ഒന്നായിരിക്കും. എങ്ങനെയായാലും എല്ലാവർക്കും ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ പിന്നോട്ട് വലിക്കുന്നത്, ഓരോ കാര്യങ്ങളിൽ നിന്നും പിറകോട്ട് വലിക്കുന്നത്. ഇത് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് എന്താണെന്ന് ആദ്യം അറിയണം, അല്ലേ? അതറിഞ്ഞാലല്ലേ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയുമെന്ന് അറിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് എന്താണ്? നിങ്ങളുടെ മനസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നെഗറ്റീവ് ചിന്തകൾ എന്താണ്? ചിലപ്പോൾ എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നൊരു ചിന്തയാണോ നിങ്ങൾക്ക് എപ്പോഴും വരുന്നത്? അതാണ് നിങ്ങളുടെ മെയിൻ ലിമിറ്റിംഗ് ബിലീഫ്. അത് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുക. ഒരാൾക്ക് ചിലപ്പോൾ 1 2 ആയിരിക്കത്തില്ല, ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് കാണും. അപ്പോൾ ഒരു ദിവസം കുറച്ച് സമയമെടുത്ത് എല്ലാ ലിമിറ്റിംഗ് ബിലീഫ്സും ഒന്ന് എഴുതി വെക്കുക. അത് കഴിഞ്ഞ് ഈ ചിന്തകൾ എപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതെന്ന് നോക്കുക. എന്നെ കാണാൻ കൊള്ളില്ല എന്നൊരു ചിന്തയാണെങ്കിൽ അത് മറ്റുള്ളവരെ ഫേസ് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് വരുന്നത്, അതോ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ വരുന്നുണ്ടോ? അങ്ങനെയുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സിവിയറിറ്റി ലെവൽ, അത് എത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ചെയ്യേണ്ടത് ഇതിനെ പോസിറ്റീവ് അഫർമേഷൻസ് കൊണ്ടിട്ട് ബൂസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ഈ ലിമിറ്റിംഗ് ബിലീഫിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് റീറൈറ്റ് ചെയ്യുക. അതായത് എന്നെ കാണാൻ ഒന്നിനും കൊള്ളില്ല എന്നുള്ളതിനെ നിങ്ങൾ എന്നെ കാണാൻ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് കഴിവുണ്ട്, എനിക്ക് എല്ലാം സാധിക്കും എന്നുള്ളൊരു പോസിറ്റീവ് അഫർമേഷൻ ആക്കി മാറ്റുക. അപ്പോൾ നിങ്ങൾ ഈ ലിമിറ്റിംഗ് ബിലീഫ് ലിസ്റ്റ് ചെയ്തതിന്റെ അപ്പുറത്ത് തന്നെയായിട്ട്, ഇപ്പൊ എന്നെ കാണാൻ കൊള്ളില്ല എന്നുള്ളതാണെങ്കിൽ അതിനപ്പുറത്തായിട്ട് എന്നെ കാണാൻ കൊള്ളാം, ഞാൻ വളരെ സുന്ദരിയാണ് എന്ന് എഴുതി വെക്കുക. ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ് ഉള്ളവർക്ക് ഇതെല്ലാം എഴുതാനുള്ള സമയം കിട്ടത്തില്ല. സമയം കിട്ടിയാൽ തന്നെയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ഒന്നിനകത്തും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല, അല്ലെ? എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എല്ലാം കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു അവിയൽ പരുവാവും. ഒന്നിനകത്തും ഒന്നും എത്താതായിപ്പോവും. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം 1 2 മെയിൻ ആയിട്ട് നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫുകൾ എഴുതുക. അതിനെ നിങ്ങൾ റിക്കവർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുക. അത് ഹീലായി എന്നറിഞ്ഞതിന് ശേഷം, അതായത് അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും നിങ്ങളത് ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനകത്ത് ചേഞ്ചസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത 1 2 ലിമിറ്റിംഗ് ബിലീഫ് എടുത്ത് അതും ഇതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൺസിസ്റ്റൻസി. അതായത് നിങ്ങൾ എന്നും തുടർച്ചയായിട്ട് ഇത് ചെയ്യേണ്ടതാണ്. നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. ഇപ്പൊ നിങ്ങൾ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, 2 3 ദിവസം കഴിയുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഉത്സാഹമായിരിക്കും. പിന്നെ പതിയെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പോകും. പിന്നെ നിങ്ങൾ പതിയെ ശരീരവേദന, മടി, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങുവാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ഇത് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളൊരു ലോ മൂഡിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എന്തിനാണ്, ഇതുകൊണ്ടൊന്നും നേടത്തില്ല, ഇതൊന്നും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്ന് തോന്നിയാൽ പോലും നിങ്ങൾ അടുത്ത സെക്കൻഡ് അതിനെ തിരുത്തി ചിന്തിക്കുക. ഞാനിത് എന്തായാലും കൺസിസ്റ്റന്റ് ആയിട്ട് 1 മാസം ഞാൻ ചെയ്തിരിക്കും എന്നതുപോലെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, കരയിലെ ഏറ്റവും വലിയൊരു മൃഗമായ ആനയെ ഒരു പാപ്പാൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നത്? ഒരു തോട്ടി, അല്ലെങ്കിൽ പുള്ളിയുടെ കയ്യിലുള്ള ആ ഒരു വടി, അതേപോലെ കാലിലുള്ള ചങ്ങല കൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത്രയും വലിയതും ഇത്രയും ഭാരം കൂടിയതും ഇത്രയും കൂടി സ്ട്രോങ് ആയ ഒരു മൃഗത്തിനെ ഒരു ചങ്ങല കൊണ്ട് എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ ആനക്കുട്ടീനെ, അതായത് കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിൽ ഈ പാപ്പാൻ എന്ത് ചെയ്യും? അതിനെ ചങ്ങലക്കിട്ട് നിർത്തും. അപ്പോൾ അതിനറിയില്ല
അതിന് ആ ചങ്ങല ഇട്ട് കഴിഞ്ഞാൽ അതിന് അനങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ചിന്ത. ഈ കുഞ്ഞുനാളെ തൊട്ടിട്ട് ഇതിനെ ഇങ്ങനെ ശീലിപ്പിച്ചു കഴിയുമ്പോൾ ചിലപ്പം ഈ ചങ്ങലയുടെ അറ്റം വേറെങ്ങും ബന്ധിക്കത്തില്ല, ഈ ആനക്കുട്ടിയുടെ കാലില് ബന്ധിപ്പിച്ചിട്ട് വെറുതെ നീട്ടിയിട്ടേക്കുമായിരിക്കാം. പക്ഷെ ആന എന്ത് വിചാരിക്കും, എന്നെ കെട്ടിയിട്ടേക്കാണ്, എനിക്ക് അനങ്ങാൻ കഴിയില്ല. വേണമെങ്കിൽ ഒരു വാഴയിൽ പോലും ആന കെട്ടിയിടാം. ആനയ്ക്കറിയില്ല ആനയ്ക്ക് വാഴയെക്കാളും ശക്തി ഉണ്ടെന്ന്. പക്ഷെ അതേപോലെ തന്നെ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫാണ് നിങ്ങളുടെ ശക്തി അറിയാതെ പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.